ജംബോ പ്ലംബിംഗ് ആൻഡ് വയറിങ്ങിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് RCCB ആണ്. അതായത് നമ്മളെ വീടുകളിൽ ഡൊമസ്റ്റിക് ആയാലും കൊമേഴ്സ്യൽ ആയാലും മറ്റെന്ത് ബിൽഡിംഗ് ആയാലും നമുക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്ത, അതായത് സേഫ്റ്റി ഫീച്ചേഴ്സ് കൂടുതലുള്ള ഒരു ഡിവൈസാണ് നമ്മൾ RCCB അഥവാ റെസിജ്വൽ കറണ്ട് സർക്യൂട്ട് ബ്രേക്കർ. അപ്പോൾ ഈ ബ്രേക്കർ നമ്മൾ ഇന്ന് എടുത്തിട്ടുള്ളത് ഒരു 14 ആംസിലാണ്. അതായത് ഇത് നമ്മളെ ഡൊമസ്റ്റിക്കും കൊമേഴ്സ്യലൊക്കെ ആയിട്ട് നമുക്ക് 14 ഉണ്ട്, 63 ഉണ്ട്, 100 ഉണ്ട്. അങ്ങനെ നമ്മൾ എത്രയാണോ ആവശ്യം അതിനനുസരിച്ച് കറണ്ട് നമ്മളെ ലോഡിനനുസരിച്ചുള്ള RCCBകൾ മാർക്കറ്റിൽ ലഭ്യമാണ്. അപ്പോൾ നമുക്കൊരു മിനിമം ഒരു 2000 സ്ക്വയർ ഫീറ്റ് അല്ലെങ്കിൽ 1500 സ്ക്വയർ ഫീറ്റ് വീടിന് നമുക്ക് ഈ 14 ആംസ് ധാരാളമാണ്. കാരണം ഇത് നമ്മൾ കണക്ടർ ലോഡിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മളിത് RCCB നിർണ്ണയിക്കൽ. അതും 30 MA എന്നുകൂടി പ്രത്യേകം ഇതിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടാവും. വളരെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ വീടുകളുടെ പർപ്പസിൽ നമ്മൾ 13 MA കൂടുതൽ കൂടിയിട്ടുള്ളൊരു RCCB എടുക്കാൻ പാടില്ല. അതായത് 30 മില്ലി ആംബിയറിൻ്റെ മുകളിലേക്കുള്ള ഒരു കറണ്ട് ലീക്കേജ് വന്നു കഴിഞ്ഞാൽ ഇത് ട്രിപ്പാവും. അപ്പോൾ വളരെ സെൻസിറ്റീവായിട്ടുള്ളൊരു മെക്കാനിസമാണ്. അതുപോലെ തന്നെ 40 ആംബിയറിൻ്റെ മുകളിലേക്ക് വന്നു കഴിഞ്ഞാലും ഇത് ട്രിപ്പാവും. അപ്പോൾ ഈ 2 സേഫ്റ്റികളാണ് ഇത് നമുക്ക് തരുന്നത്. അതിൻ്റെ കൂടെ തന്നെ ഇത് നമുക്ക് ഷോർട്ട് സർക്യൂട്ടിന് പ്രൊട്ടക്ഷൻ തരുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഷോർട്ട് സർക്യൂട്ടിന് ഒരിക്കലും തരുന്നില്ല. കാരണം ഇതുവഴി ഇതിൻ്റെ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ, ഇതിൻ്റെ ബ്രെയിൻ എന്ന് പറഞ്ഞാൽ ഒരു കോയിലാണ്. അപ്പോൾ ജസ്റ്റ് നമുക്കൊന്ന് ഓടിച്ചു പോവാം. കോയിലിനെ കുറിച്ചൊക്കെ നമുക്ക് വിശദമായിട്ടൊരു വീഡിയോ പിന്നീട് ചെയ്യാം. ഈ CT കോയിൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കോയിൽ കൂടെയാണ് ഇതിൻ്റെ കംപ്ലീറ്റ് ഇത് പ്രവർത്തിക്കുന്നത്. അതായത് നമ്മളെ ന്യൂട്രലും ഫേസും എന്ന് പറയുന്ന 2 കണക്ഷൻ ഇത് ഈ CT കോയിൽ വഴി നേരെ പുറത്തേക്ക് ഈ താഴെ ഭാഗത്തേക്ക് വന്നിട്ടുണ്ടാവും. അതായത് നമ്മളെ MCBകളിലേക്ക് പോയിട്ട് നമ്മളെ റൂംസിലേക്ക് ഡിവൈസ് ഓരോരോ ലീഡുകളായിട്ട് പോകുന്ന ഒരു കണ്ടീഷനിൽ നേരെ ഇന്നിന്ന് വന്ന് CT കോയിൽ വഴി നേരെ പുറത്തേക്ക് ഇറങ്ങുന്നത്. അപ്പോൾ ഈ പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ഇപ്പോൾ ഇതിലൂടെ നമുക്ക് ട്രിപ്പ് ആവുന്നത് എങ്ങനെയെന്ന് വെച്ചാൽ, ഇൻപുട്ടിലൂടെ ഒരു 2 ആംബിയർ കറണ്ട് ഫേസിലൂടെ കയറി തിരിച്ച് അതേ 2 ആംബിയർ കറണ്ട് കയറുകയാണെങ്കിൽ CT കോയിൽ പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യും. അതായത് നമുക്ക് വേറെ അതിനുള്ളിൽ തടസ്സങ്ങളൊന്നും ഉണ്ടാവില്ല. 2 ആംബിയർ കറണ്ട് ഇറങ്ങിപ്പോവുകയും തിരിച്ച് 1.5 ആംബിയർ കറണ്ട് തിരിച്ച് കയറി കഴിഞ്ഞാൽ നമ്മളെ കോയിലാവും. ആ സമയത്താണ് നമ്മളെ കോയിൽ എന്ത് ചെയ്യുക, ഒരു EMF. നമ്മളെ RCCBയിലെ ഈ CT കോയിൽ എന്ന് പറയുന്നതാണ് ഇതിൻ്റെ ബ്രെയിൻ എന്ന് പറഞ്ഞാൽ, RCCBയുടെ ബ്രെയിൻ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അതായത് ഇറങ്ങുന്ന കറണ്ട്, ഇതിൽ കൂടെ പോയ കറണ്ട് തിരിച്ച് അതേമാതിരി തിരിച്ച് വന്നിട്ടില്ലെങ്കിൽ ഉടനെ നമ്മളെ ഈ CT കോയിൽ എന്ന് പറഞ്ഞാൽ കറണ്ട് ട്രാൻസ്ഫോമർ എന്നാണ് നമ്മൾ ഇതിന് പറയുക. അപ്പോൾ ഈ CT കോയിലിൽ ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവും. അതായത് ലോഡ് അൺബാലൻസ്ഡ് ആയി കഴിഞ്ഞാൽ ഉടനെ ഇവിടെ നമ്മളെ കോയിൽ മാഗ്നറ്റിക് ഫീൽഡ് ക്രിയേറ്റ് ചെയ്യും. ആ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഒരു ചെറിയൊരു മ്യൂച്വൽ ഇൻഡക്ഷൻ ഈ തിരിച്ച് ചുറ്റിയതായിരിക്കുന്ന ഈ റൗണ്ടിലൂടെ 3-4 ചുറ്റുണ്ട്. ഈ ചുറ്റിയതായിരിക്കുന്ന ഈ കോയിലിലേക്ക് അതിൻ്റെ ഒരു മ്യൂച്വൽ ഇൻഡക്ഷൻ കിട്ടും. അങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ ഈ കോയിലിന് പിന്നീട് വലിയ ഡാമേജ് സംഭവിക്കാതിരിക്കാൻ വേണ്ടി ഇതിൻ്റെ ഇടയിലായിട്ട് ഒരു ഇതുപോലെ ഒരു റെസിസ്റ്റർ ഉണ്ടാവും. ഈ റെസിസ്റ്റർ വഴിയാണ് ഇത് നേരെ നമ്മളെ ഈ കാണുന്ന ഒരു സാധനമുണ്ട്, റിലേ. ഈ റിലേയിലേക്ക് പോകും. ഈ റിലേയിലേക്ക് പോയിട്ട് ഈ റിലേ ആണ് നമ്മൾ ഈ മെക്കാനിസത്തെ ആക്ട് ചെയ്യിപ്പിക്കുന്നത്. അപ്പോൾ അതിനെക്കുറിച്ചുള്ളൊരു വിശദമായിട്ടൊരു വീഡിയോ തന്നെ ചെയ്യണം. അപ്പോൾ നമുക്കിതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പറയാം. അപ്പോൾ നിങ്ങൾ ഇത് കണക്കാക്കിക്കോളൂ. അതായത് ഈ CT കറണ്ട് ട്രാൻസ്ഫോമർ കോയിലിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നമ്മൾ RCCB വർക്ക് ആകുന്നത്. അതായത് ലോഡിലൊരു അൺബാലൻസിങ് വന്നാൽ ഉടനെ ഇതിൽ ഒരു കറണ്ട് പ്രൊഡ്യൂസ് ചെയ്യും. ആ കറണ്ട് നേരെ റിലേയിലേക്ക് പോയിട്ട് നമ്മൾ മെക്കാനിസത്തെ ട്രിപ്പ് ചെയ്യിക്കും. അതായത് 30 മില്ലി ആംബിയറിൻ്റെ മുകളിലേക്കുള്ള ഒരു കറണ്ട്. അപ്പോൾ 2 ആംബിയർ കറണ്ട് കയറി ഇറങ്ങി പോവുകയാണെങ്കിൽ തിരിച്ച് അതേ 2 ആംബിയർ കൊണ്ട് കയറണം. അത് കയറിയിട്ടില്ലെങ്കിൽ അവിടെ അൺബാലൻസിങ് വന്നു, ലോഡിന് ബാലൻസ് വന്നു. ഉടനെ നമ്മളെ
CT കോയിൽ ഫീൽഡ് മാഗ്നറ്റിക് ഫീൽഡ് ക്രിയേറ്റ് ചെയ്യും. ഇതിലേക്ക് ഒരു മ്യൂച്വൽ ഇൻഡക്ഷൻ കിട്ടും. റിലേ ആക്ട് ചെയ്യും, ഓഫ് ആവും. ഇതാണ് ഇതിൻ്റെ പ്രവർത്തനം. അപ്പോൾ നിങ്ങൾ ചോദിക്കും, ഇത് 30-ൻ്റെ താഴേക്ക് പോയാൽ ഇത് ട്രിപ്പ് ആവില്ലേ എന്ന്. 30 mA താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഒരിക്കലും ഇത് ട്രിപ്പ് ആവില്ല. അപ്പോൾ ആ 30 mA താഴേക്കുള്ള ലീക്കേജ് എങ്ങനെയാണെന്ന് കണ്ടുപിടിക്കാനാണ് നമ്മൾ ഈ ഇതുപോലുള്ള ലീക്കേജ് ടെസ്റ്ററൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ 30-ൻ്റെ താഴേക്ക് ഒരു 20 ലീക്കേജ് വരുന്നത് വെച്ചാൽ നമുക്ക് ആ 20-നെ നമുക്ക് ലീക്കേജിനെ കണ്ടുപിടിക്കാം. 20 mA ലീക്കേജ് ഉണ്ടെന്ന് നമുക്കറിയാം. അപ്പോൾ ആ ലീക്കേജിനെ നമ്മൾ എങ്ങനെയാണ് കണ്ടുപിടിക്കുക എന്ന് ചോദിച്ചാൽ ഇതുമായിട്ട് മെഷർ ചെയ്ത് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഓരോരോ ലീഡ് വഴി നമ്മളെ IR വാല്യൂ ടെസ്റ്ററൊക്കെ വെച്ചിട്ട് ഉപയോഗിച്ച് നമുക്ക് കണ്ടുപിടിക്കാം. അതല്ലാതെ തന്നെ നമുക്ക് സോക്കറ്റ് പൊളാരിറ്റി ടെസ്റ്റർ വെച്ചിട്ട് നമുക്ക് ലീക്കേജിനെ ഡിറ്റക്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ 35 mA വരെയാണ് നമ്മളെ ഈ സോക്കറ്റ് പൊളാരിറ്റി ടെസ്റ്ററിൽ ഉള്ളത്. അപ്പോൾ നമ്മൾ എന്ത് വെച്ചാൽ നമ്മൾ RCCB, അതായത് നമ്മളെ കറണ്ട് ലീക്കേജ് ഉണ്ടോയെന്നത് നമുക്ക് ടെസ്റ്റ് ചെയ്യണമെങ്കിൽ ശരിക്കും നമുക്ക് എന്ത് ചെയ്യാം, ഇത് നമുക്ക് പ്ലഗ് ചെയ്യാം. ഇത് പ്ലഗ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മളിത് 5-ലിട്ടിട്ട് ഇത് നമ്മൾ ഒരു 5-ലിടുക. 5-ലിട്ടിട്ട് ഇതൊന്ന് കൃത്രിമമായിട്ട് നമ്മളൊരു ഷോർട്ട് സർക്യൂട്ട് ഇവിടെ കൊടുക്കുകയാണ്. അപ്പോൾ ഇത് കൊടുത്തു കഴിഞ്ഞാൽ 5-ലിട്ടാൽ ട്രിപ്പ് ആകുന്നില്ല, 10-ലിട്ടാൽ ട്രിപ്പ് ആകുന്നില്ല, 15-ലിട്ടാൽ ട്രിപ്പായി എന്ന് കൂട്ടിക്കോളൂ. അപ്പോൾ 15-ലിട്ട് കഴിഞ്ഞാൽ നമ്മളെന്താ മനസ്സിലാക്കേണ്ടത്, ഇത് 15-ലിട്ട് ഇത് ട്രിപ്പായി കഴിഞ്ഞാൽ നമ്മളെ RCCB ഓൾറെഡി 15 mA ലീക്കേജ് നേരത്തെ കണ്ടിന്യൂസ് ആയിട്ട് ലീക്കായിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഈ 15-ഉം കൂടി കൂട്ടിയാൽ 30 അതുകൊണ്ടാണ് ലോഡ് ഇല്ലാത്ത ടൈമിലാണെങ്കിൽ നമ്മൾ ലോഡൊന്നും കൊടുക്കാത്ത സമയത്ത് ഇത് 15-ലാണ് ട്രിപ്പാകുന്നത് വെച്ചാൽ നമുക്ക് നമ്മളെ ലൈനിൽ 15 mA കറണ്ട് ലീക്കേജ് തുടർച്ചയായിട്ട് സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിനെ പിന്നെ എന്ത് ചെയ്യണം, ആ 15 mA കറണ്ട് ഏത് ഭാഗത്തു നിന്നാണ് ലീക്കേജ് എന്നറിയാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, നമ്മളെ ഇൻസുലേഷൻ റെസിസ്റ്റൻസ് ടെസ്റ്റർ, ആ ടെസ്റ്ററിനെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം. മുമ്പ് പരിചയപ്പെടുത്തിയാണ്, എന്നാലും ഒന്നുകൂടി പരിചയപ്പെടുത്തി തരാം. അപ്പോൾ ഇതാണ് നമ്മളെ IR വാല്യൂ ടെസ്റ്റർ. അപ്പോൾ നമ്മൾ ലീക്കേജ് എവിടെയാണ് ഏത് ഭാഗമാണ് നോക്കാൻ വേണ്ടിയിട്ട് നമ്മൾ RCCB ഓഫ് ചെയ്ത ശേഷം MCBകളിൽ ആ ലീഡ് കണ്ടുപിടിച്ചിട്ട് നമുക്ക് അതിലൂടെ നമ്മൾ ഇൻസുലേഷൻ റെസിസ്റ്റൻസ് ഏത് വയറിലാണ് കൂടെയാണ് കറണ്ട് ലീക്കേജ് കൂടുതൽ വരുന്നതെന്നുള്ളത് നമ്മൾ ഇൻസുലേഷൻ റെസിസ്റ്റൻറ്റ് ടെസ്റ്റർ കൊണ്ട് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. വളരെ പെട്ടെന്ന് നമുക്ക് കണ്ടുപിടിക്കുക. അതിൻ്റെ വാല്യൂ നിർണ്ണയിച്ചിട്ടാണ് നമ്മൾ കണ്ടുപിടിക്കുക. അത് നമ്മളൊരു ഫുൾ വീഡിയോ നമ്മൾ ചെയ്യുന്നതായിരിക്കും. ഇത് ജസ്റ്റ് നിങ്ങൾക്ക് ഈ RCCBയുടെ ഭാഗമായിട്ട് ഇതൊന്ന് പരിചയപ്പെടുത്തിയിട്ടുള്ളൂ. അപ്പോൾ RCCBയുടെ ലീക്കേജ് എന്ന് പറഞ്ഞാൽ 30 mA കറണ്ടിൻ്റെ മുകളിലേക്കൊരു ലീക്കേജ് വന്നു കഴിഞ്ഞാലാണ് അത് ട്രിപ്പ് ആവുക. അത് ട്രിപ്പ് ആവുന്നത് നമ്മളെ CT കോയിലിനെ ബേസ് ചെയ്തിട്ടാണ്. അതായത് ഈ CT വഴി കറണ്ട് പാസ് ചെയ്യുമ്പോൾ CT എപ്പോഴും ഇതിനെ ഇങ്ങനെ വാച്ച് ചെയ്തുകൊണ്ടിരിക്കും. അതായത് പോകുന്ന കറണ്ട് എത്ര, തിരിച്ച് കയറുന്ന കറണ്ട് എത്ര, അതിലെത്ര കുറവ് വന്ന്, ആ കുറവ് വന്നു കഴിഞ്ഞാൽ നമ്മളെ കറണ്ട് ട്രാൻസ്ഫോമർ അതിൻ്റെ ഒരു മാഗ്നറ്റിക് ഫീൽഡ് ക്രിയേറ്റ് ചെയ്തിട്ടാണിത് ട്രിപ്പ് ആക്കുന്നത്. അതായത് ഈ ടേൺസ് ഒരു 3-4 ടേൺസ് കോയിൽ ചുറ്റിയിട്ടുണ്ട്. ഇതാണ് നമ്മളെ റിലേയിലേക്ക് പോകുന്നത്. അപ്പോൾ ഇതിന് വിശദമായിട്ട് നമ്മളിപ്പോൾ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് ഒന്നും മനസ്സിലാവില്ല. ഇതിൻ്റെ കറക്റ്റ് വിശദമായിട്ടുള്ളൊരു വീഡിയോ നമുക്ക് ചെയ്യാം. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്ന് RCCBനെ കുറിച്ചിട്ട് ഒന്ന് പറയാനുള്ളത്. അപ്പോൾ RCCBൻ്റെ ബ്രെയിൻ എന്ന് പറയുന്നത് സിമ്പിളാണ്, വളരെ സെൻസിറ്റീവായിട്ടുള്ള മെക്കാനിസമാണ്. പിന്നെ വേറൊരു കാര്യം കൂടിയുണ്ട്. ഈ RCCB ഇതിപ്പോൾ നമ്മൾ ഓൺ ചെയ്തു, നമ്മളിവിടെ ഇത് ഞാൻ പറഞ്ഞു ചെറിയൊരു മെക്കാനിസത്തിൽ നിൽക്കുക എന്ന് പറഞ്ഞു. അപ്പോൾ മെക്കാനിസം നമ്മൾക്ക് പ്രോപ്പറായി വർക്കാണോ നോക്കാൻ വേണ്ടി ഇത് ഒരു ഡയറക്റ്റ് ഷോട്ടിംഗ് ആണ്. അപ്പോൾ നമുക്കിത് ഡയറക്റ്റ് ഷോർട്ട് ആയതുകൊണ്ട് നമുക്ക് എപ്പോഴും ഇത് ഷോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇത് വർക്കിംഗ് ആണോ ഇല്ലയോ എന്നറിയാം. അതല്ലാതെ തന്നെ നമുക്കിവിടെ ഇപ്പോൾ നമ്മൾ ഈ സ്ഥാപിച്ച സ്ഥലത്ത് ഇവിടെ ജസ്റ്റ് ഒരു തരിപ്പ് കുടുങ്ങിയാൽ തന്നെ ജെർക്കിങ് കുടുങ്ങിയാൽ ഈ സാധനം ട്രിപ്പാകും. RCCB ഇവിടെ ഇപ്പോൾ നമ്മളൊരു കൊട്ട് കൊട്ടിക്കഴിഞ്ഞാൽ ഇത് ട്രിപ്പാകും. അത്രയും സെൻസിറ്റീവാണ് ഈ സാധനം. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ചെയ്യുന്ന
ഈ CT കോയിൽ മോണിറ്റ് ചെയ്തിട്ടുള്ള ഒരു പ്രവർത്തനം മാത്രമാണ് ഈ സാധനം ട്രിപ്പാക്കാൻ വേണ്ടി റിലേയിലൂടെ ചെന്നിട്ട് നമ്മളെ മെക്കാനിസത്തെ ആക്ട് ചെയ്യിക്കുന്നത്. അതേ ആക്ടിങ് എന്ന് പറഞ്ഞാൽ ഇത് ജസ്റ്റ് നമുക്കൊരു ചെറിയൊരു മുട്ടൽ സംഭവിച്ചു കഴിഞ്ഞാൽ ഇത് ട്രിപ്പാകും. അതാണ് ഇതിൻ്റെ ഈ ഫിറ്റ് മെക്കാനിസത്തിലുള്ള ഒരു മാറ്റമാണ്. അത് വളരെ സെൻസിറ്റീവായിട്ടുള്ളൊരു മെക്കാനിസമാണ് നമ്മൾ RCCB. അപ്പോൾ ഇന്നത്തെ RCCBനെ കുറിച്ചുള്ള ഒരു ചെറിയൊരു വീഡിയോ ആണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്ത ഒരു വീഡിയോ നമുക്ക് RCCBയും ലൈറ്റ്നിങ്ങുമായിട്ട് ബന്ധപ്പെട്ടുള്ളൊരു വീഡിയോ ആണ്. അപ്പോൾ അത് നമുക്ക് ജസ്റ്റ് ആ വീഡിയോയിൽ കാണാം.